രാഹുൽ, താങ്കൾ തുടരുക. ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യൻ കൂടി ഇതിൽ ചേരുന്നുണ്ട്. ഡാനിന് ചില സംശയങ്ങൾ കൂടിയുണ്ട് രാഹുലിനോട്. ഞാൻ ഡാനിന് കൈമാറുകയാണ്. രാഹുൽ, ഒരു കാര്യത്തിൽ മാത്രമാണ് വ്യക്തത വരുത്താനുള്ളത്. അതായത് താങ്കൾ പറഞ്ഞു, മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തു ബംഗളൂരുവിൽ വെച്ചാണ് ഇത് നടന്നതെന്ന്. രാഹുൽ ഈശ്വറിന് കൂടി അറിയാവുന്ന കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ഈ ഒരു പർട്ടിക്കുലർ കേസ് മാത്രമേ നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ എന്നതാണ് വസ്തുത. ഗർഭചിത്രം ബംഗളൂരുവിലെ ആശുപത്രിയിൽ വെച്ച് നടന്നുവെന്ന് വ്യക്തമാക്കുന്നതിന്റെ കൃത്യമായ തെളിവുകൾ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം 3 മാസം മുമ്പ് ശേഖരിച്ചതാണ്. ഇന്റലിജൻസ് ADGP അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. പക്ഷേ അതിന് കാരണമായ ഇര ഇതുവരെ പരാതിയുമായി ആഭ്യന്തര വകുപ്പിന് മുമ്പിലേക്കോ പോലീസിന് മുമ്പിലേക്കോ എത്താതിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുമ്പോട്ട് പോകാതിരുന്നത്. അതിന്റെ അർത്ഥം നാളെ ആ ഇര പരാതി കൊടുക്കില്ലെന്നോ അതിൽ അന്വേഷണം നടക്കില്ല എന്നോ ഒന്നുമല്ല. മാത്രമല്ല, താങ്കൾ ഇപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ കേസിൽ പീഡനമല്ല നടന്നത്. അത് മ്യൂച്വൽ കൺസെന്റിൽ നടന്ന ഒരു റിലേഷനിൽ ആ കുട്ടി ഗർഭം ധരിക്കുകയായിരുന്നു. അതിനുശേഷം ബ്രേക്കപ്പ് ആയപ്പോഴാണ് പിന്നീട് ഈ പരാതിയുമായി വന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം. താങ്കൾ പറഞ്ഞ ഒരു കാര്യം ഭാഗികമായി ശരിയാണ്. അതായത് മ്യൂച്വൽ കൺസെന്റിൽ അവർക്കിടെ ഒരു റിലേഷൻഷിപ്പ് നിലനിന്നിരുന്നു. അത് എത്ര നാൾ നിലനിന്നിരുന്നു എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ധാരണയില്ല. താങ്കൾക്ക് അത് അറിയാമോ എന്ന് ഞങ്ങൾക്ക് അറിയത്തുമില്ല. പക്ഷേ ആ ബന്ധത്തിനിടയിൽ ഇങ്ങനെയൊരു വലിയ ആരോപണം 3 മാസം മുമ്പ് ഉയർന്നു വന്നിട്ടും ആ യുവതി പരാതി നൽകാൻ അന്ന് തയ്യാറാകാതിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ വിവാഹം ചെയ്യുമെന്ന ഉറപ്പിലായിരുന്നു എന്നാണ് ഇപ്പോൾ നൽകിയ സൂചന. അങ്ങനെയുള്ള ആ ഉറപ്പ് ലംഘിക്കപ്പെടും. ഒരു സംശയം ചോദിച്ചോട്ടെ, അത് പോലീസ് ഉദ്യോഗസ്ഥരോടും ചോദിക്കണം. എങ്ങനെയാണ് ഓൾറെഡി മാരീഡ് ആയ ഡിവോഴ്സ്ഡ് അല്ലാത്ത കുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാരി ചെയ്യുന്നത്? ഓൾറെഡി മാരീഡ് ആയ 2024 ഓഗസ്റ്റ് 22 ഓൾറെഡി മറ്റൊരാളെ കല്യാണം കഴിച്ച ഡിവോഴ്സ് ആകാത്ത പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കും? അങ്ങനെയുള്ള കേസുകളിൽ മാരേജ് ബൈ കോയേഷൻ അല്ലെങ്കിൽ എന്താ പറയുന്നത്, വിവാഹ വാഗ്ദാനം നൽകി പീഡനം നിലനിൽക്കില്ലെന്ന് കേരള ഹൈക്കോടതിയുടെയും പഞ്ചാബ് ഹൈക്കോടതിയുടെയും വിധിയുണ്ട്. ഇത് താങ്കൾ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കണം. ഈ പെൺകുട്ടിക്ക് ഒരു ഭർത്താവുണ്ട്. ഞാൻ അങ്ങയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. തീർച്ചയായിട്ടും അങ്ങ് പറയുന്നുണ്ടല്ലോ ആ യുവതി മറ്റൊരാളുടെ തീർച്ചയായിട്ടും അങ്ങ് പറയുന്നു ആ യുവതി മറ്റൊരാളുടെ ഭാര്യയായിരുന്നുവെന്ന്. അങ്ങനെ മറ്റൊരാളുടെ ഭാര്യയായിരുന്ന ഒരു യുവതിയിൽ തനിക്കൊരു കുഞ്ഞു വേണമെന്ന് പറയാൻ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുന്നത്? അത് നമ്മുടെ നിരക്കുന്ന ഒരു കാര്യമാണ്. ജനപ്രതിനിധി സമൂഹത്തിൽ വളരെ നല്ല ചോദ്യമാണ്. ഈ പെൺകുട്ടി ഓൾറെഡി മാരീഡ് ആണെന്നുള്ള വസ്തുത മറച്ചു വെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ആദ്യം ബന്ധം സ്ഥാപിക്കുന്നത്. ഈ പെൺകുട്ടി ഓൾറെഡി തന്റെ ഫേസ്ബുക്കിലടക്കം എടുത്തു നോക്കിയാൽ ആ പെൺകുട്ടിയുടെ കല്യാണത്തിനടക്കം ഒരു ഫോട്ടോകളുമില്ല. ഈ പെൺകുട്ടി താൻ മാരീഡ് ആണെന്നുള്ള വസ്തുത മറച്ചുവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിക്കുന്നു. അതിനുശേഷമാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. അതിനുശേഷമാണ് ഈ മാർച്ച് മാസത്തിലെ പ്രഗ്നൻസി. യുവതി ജപ്പാനിലിരുന്നാണോ? യുവതി ജപ്പാനിലിരുന്നുവല്ലോ ഈ ബന്ധം സ്ഥാപിച്ചത്. ഞാൻ ഞാനും താങ്കളുമായിട്ട് എടുക്കാം. നമ്മളൊരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. 6 മാസം മുമ്പ് അവള് കല്യാണം കഴിച്ചോ ഇല്ലയോ, സെപ്പറേറ്റ് ആണോ എന്ന് അറിയാൻ നമ്മുടെ കവടി നിർത്താൻ പറ്റുമോ? നമ്മൾ കവടി നിർത്തി അറിയോ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചാണോ ഇല്ലയോ എന്ന്? ആ പെൺകുട്ടി കല്യാണം കഴിച്ചാൽ പറ്റൂ? അങ്ങനല്ല. ഈ നാട്ടിൽ അയ്യോ, രാഹുൽ മാങ്കൂട്ടത്തിന് ഒന്നും അറിയില്ല. ചാനൽ ചർച്ചകളിൽ തുടർച്ചയായിരുന്ന ദേശീയ വിഷയങ്ങളെ കുറിച്ചടക്കം എന്തുകൊണ്ട് ഭർത്താവിനെയും കാമുകനെയും ഒരേപോലെ വഞ്ചിച്ച ആ പെൺകുട്ടിയെ കുറിച്ച് ഒരു വാക്ക് പറയുന്നില്ല? ആ പെൺകുട്ടി സാധാരണക്കാരിയൊന്നുമല്ലല്ലോ. വളരെ പ്രമുഖയായ, അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന, നല്ല പ്രൊഫഷനൊക്കെ ഉള്ള വ്യക്തിയാണ്. പറയാം. താങ്കളൊന്ന് അടങ്ങൂ, താങ്കളൊന്ന് ക്ഷമിക്കൂ. പറയാം. താങ്കൾ പറയൂ. ഭർത്താവും കാമുകനും എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒരാളാണല്ലോ. താങ്കൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ലേ? കാമുകനായി പ്രണയിച്ച വ്യക്തിയെ വിവാഹം കഴിച്ച യുവതി, അതല്ലേ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, കാമുകനായി പ്രണയിച്ച വ്യക്തിയെ ഭർത്താവാക്കി അതിനുശേഷം മറ്റൊരു കാമുകനുണ്ടായി. അതല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ? ഭർത്താവല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഭർത്താവ് എന്ന് പറഞ്ഞ് വേറൊരാളില്ലേ? ആ ഭർത്താവിനെ അപ്പൊ അങ്ങനെ സംഭവിച്ചെങ്കിൽ അല്ലല്ല, താങ്കൾ പറയുന്നതാണ് വസ്തുതയെങ്കിൽ വസ്തുത എന്താണെന്ന്.
താങ്കൾക്കും അറിയാമല്ലോ വസ്തുത എന്താണെന്ന്. എനിക്ക് ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയട്ടെ ഒരു സെക്കൻഡ്, ഞാൻ ഒരു ഒറ്റ വരി മാത്രമേ എടുക്കൂ. അടുത്ത 1 മിനിറ്റ് സംസാരിച്ചോളൂ. അല്ലല്ല, ഞാൻ ഒറ്റ വരി എടുക്കൂ. താങ്കൾ എന്റെ 1 മിനിറ്റ് എടുത്തോളൂ. ആ പെൺകുട്ടി വിവാഹിത അല്ല എന്ന് താങ്കൾ പറയുകയാണെങ്കിൽ ഈ നിമിഷം ആ വാദം യെസ്, രാഹുൽ മാങ്കൂട്ടത്തിൽ നെതിരായ ആരോപണങ്ങളിൽ ആണ് രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണമായ പിന്തുണയുമായിക്കൊണ്ട് എത്തുന്നത്. ഇപ്പോൾ വലിയ വാദങ്ങൾ ഉന്നയിക്കുന്നു. പ്രത്യേകിച്ച് ഇത് പെൺകുട്ടിയുടെ ചതിയാണ്, പെൺകുട്ടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ചതിച്ചത് എന്നതുൾപ്പെടെ ഉള്ള വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ചില കാര്യങ്ങൾ മാത്രമേ രാഹുലിന് അറിയാമായിരുന്നുള്ളൂ എന്ന വിചിത്രമായ വാദവുമൊക്കെയാണ്. രാഹുൽ താങ്കളോട് ഒരു സംശയം കൂടി ചോദിച്ചുകൊള്ളട്ടെ. താങ്കൾ ഇപ്പോൾ പറഞ്ഞു ഈ പെൺകുട്ടി ഭർത്താവിനെയും കാമുകനെയും ചതിച്ചുവെന്ന്. അതിൽ കാമുകൻ എന്നതുകൊണ്ട് താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെയല്ലേ ഉദ്ദേശിച്ചത്? അതെ, 100%. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ സ്ത്രീ മാത്രമാണോ ആരോപണം ഉന്നയിച്ചത്? ഈ കാമുകൻ ആരുടെയൊക്കെ കാമുകനായിരുന്നു? വേറെ ആരാണ് ഉന്നയിച്ചത് സാർ? പേര് പറയണ്ട, ഇൻസ്റ്റൻസ് പറഞ്ഞാൽ മതി. അതായത് ഏറ്റവും ആദ്യം ഈ വിവരം എങ്ങനെയാണ് വാർത്തയിലേക്ക് വന്നത്? റിനി എന്നൊരു പെൺകുട്ടി പറഞ്ഞത്. ആ റിനിക്ക് എന്തിനാണ് മെസ്സേജ് അയച്ചത്? എന്താ മെസ്സേജ് അയച്ചത്? റിനിക്ക് എന്താ മെസ്സേജ് അയച്ചത്? പറയുന്നുണ്ട്. എന്തെങ്കിലും അസഭ്യം റിനി ഉണ്ടായിരുന്നെങ്കിൽ റിനിയുടെ പരാതി പോലീസ് കേസെടുക്കാത്ത എന്താ? താങ്കൾ ഈ പറയുന്നത് പോലെ ലീഗലി മാത്രം പരാതി നൽകുമ്പോൾ മാത്രമാണ് അതിനെ കൺസിഡർ ചെയ്യാവൂ എന്നാണ് താങ്കൾ പറയുന്നത്. താങ്കൾ അറിഞ്ഞാണുമല്ലോ, റിനി രാഹുൽ ഈശ്വറിനെതിരെയാണ് പരാതി കൊടുത്തത്. രാഹുൽ അത് വേറെ വിഷയം. അതായത് റിനിയാണല്ലോ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം ആദ്യം പുറത്തു കൊണ്ടുവന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് ശ്രദ്ധിക്കൂ, ഫാക്ട് അല്ലേ, നമ്മൾ വസ്തുതകൾ വെച്ചല്ലേ സംസാരിക്കാൻ പറ്റൂ. റിനി എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത പരാതിക്ക് കഴമ്പില്ലെന്ന് കണ്ട് പോലീസുകാർ റിനിയെ പരാതിക്കാരി പോലും ആക്കിയില്ല, സാക്ഷിയാക്കാമെന്ന് പറഞ്ഞു. പരാതി ഇല്ലാതെ അവിടെയാണ് ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യൻ വളരെ കൃത്യമായി പറഞ്ഞു. അതായത് ഈ ഇര മാത്രമല്ല ഉള്ളത്, വേറെ ഇരകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം താങ്കളെ സൂചിപ്പിക്കുന്ന പോലെ അവർക്ക് പൊതുമധ്യത്തിലേക്ക് വരാൻ ചില സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട്. മാത്രമല്ല, എന്തുകൊണ്ടാണ് കോൺഗ്രസിനകത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ സജ്ന AICCക്ക് പരാതി നൽകിയത്? എന്താണ് ആക്ഷേപം? എന്തുകൊണ്ടാണ് കോൺഗ്രസിനകത്ത് വലിയൊരു വിഭാഗം സ്ത്രീകൾ രാഹുലിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്? കൃത്യമായി പറയാം. ഇനി 2, രാഹുലിനെതിരെ അടുത്ത വ്യാജ പരാതി ഉന്നയിച്ചാൽ അവന്തികയാണ്. അവന്തികയുടെ പരാതി അതിന്റെ അടുത്ത ദിവസം ട്രാൻസ്ജെൻഡർ അസോസിയേഷന്റെ അന്ന തന്നെ വന്ന് പൊളിച്ചു കളഞ്ഞു. 2 ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോട് 50,000 രൂപ വാങ്ങി പരാതി സെറ്റിൽ ചെയ്ത ആളാണ് അവന്തികയെന്നും ഇത് അവന്തിക സ്ഥിരം ചെയ്യുന്നു എന്ന് ട്രാൻസ്ജെൻഡർ അസോസിയേഷന്റെ അന്ന വന്ന് പറഞ്ഞു. ഇനി 2, സജിനയുടെ കാര്യം. സജിനയുടെ കൺസേൺ ബഹുമാനിക്കുന്നു. നമ്മൾ സ്ത്രീപക്ഷമാകണം. പക്ഷെ സജിനെ ഓർക്കേണ്ട കാര്യം, ഞാൻ സജിനോട് നേരിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ TV ചാനലിൽ നേരിട്ട് പറഞ്ഞു, ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയപ്പോൾ നമ്മൾ മിണ്ടാതിരുന്നു. ഉമ്മൻചാണ്ടി സാറിനെ പോലെ വീണ്ടും രാഹുലിനെ വേട്ടയാടുകയാണ്. ഉമ്മൻചാണ്ടി സാറിനോ നമുക്ക് നീതി കൊടുക്കാൻ കഴിഞ്ഞില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്കിലും നീതി കൊടുക്കാൻ കഴിയണം. അതെങ്ങനെയാണ് താങ്കൾക്ക് ഉമ്മൻചാണ്ടിയെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും താരതമ്യം ചെയ്യാൻ പറ്റുന്നത്? നിരവധിയായ സ്ത്രീകൾക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിരക്കാത്ത തരത്തിൽ മെസ്സേജ് അയക്കുകയോ അത്തരത്തിൽ ഇടപെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് താങ്കൾക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നത്?